ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ്, മെമ്പർമാരാണ്. ഞാൻ മെമ്പർ അല്ല. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഞാൻ ലോഗോ പ്രകാശനത്തിനുണ്ടായിരുന്നു. ഇന്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത്. ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ്. ഓം മാധവൻ ഫൗണ്ടേഷനാണ്. ട്രോഫി കൊടുത്തത് ഞാനാണ്. ഇതിൽ കൂടുതൽ നമ്മളെന്തോ ചെയ്യാനാ? പിന്നെ ഇനി ഒരുപാടുണ്ട്. അടുത്ത മാസം 3 ദിവസം ചെന്നൈയിലാണ്, 2 ദിവസം മൈസൂരിലാണ്. ഏപ്രിൽ 22 മുതൽ MLA-മാരുടെ ഒരു ടൂറ് കാശ്മീർ, ഡൽഹി, ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് കാര്യം. ആ സമയത്ത് ബഹളം ഉണ്ടാക്കരുത്. താങ്ക് യു വെരി മച്ച്. 30 കൊല്ലത്തിന് ശേഷമാണ് സമ്മേളനം കൊല്ലത്ത് വരുന്നത്. ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾ, ആ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്താണ് ഫീലിങ്സ്? അത് കൊല്ലം ഇളക്കി മറിക്കുകയാണ്. അതെല്ലാം അറിയാം. ഇതിന്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും ഗംഭീരമായിട്ട് നടക്കുമ്പം എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമോ? തീർന്നു. ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോൾ തന്നെ തീർന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം തീർച്ചയായിട്ടും നമുക്ക് കൊല്ലംകാർക്ക് അഭിമാനിക്കാം. ഇനി ആര് എതിർ രാഷ്ട്രീയമാണെങ്കിൽ പോലും നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കെട്ടുറപ്പോടെ ഇത്രയും സംഘടനാ ശക്തിയോടുകൂടി എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വലിയ സമ്മേളനം തന്നെയാണ്. അതിനകത്ത് ഒരുപാട് എന്താ പറയുന്നത് ശുഭസൂചനകളുണ്ട്. ആ സൂചനകൾ ഞാനിപ്പോൾ പറയുന്നില്ല. നന്ദി. പിന്നെ എവിടെ കാണും?